ചാനല് പൂട്ടിക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നത്, എനിക്ക് പറയാനുള്ളത് മൻജദ്ദ വജദ, പ്രവാചകൻ പഠിപ്പിച്ചതാണ്. പരിശ്രമിക്കുക, ഫലം നിശ്ചയമായിട്ടും ഉണ്ടാകും. കാരണം നമുക്ക് മറുപടികളില്ല, ആശയങ്ങളില്ലല്ലോ. ആയുധങ്ങളും അപരാധങ്ങളും ആരോപണങ്ങളും മാത്രമല്ലേ നമുക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആ രൂപത്തിൽ തുടരുക. അതല്ലാതെ ഞാനിത് നിർത്തിപ്പോകുമെന്നോ പേടിച്ചു മാപ്പും കോപ്പും ഒക്കെ പറഞ്ഞിട്ട് മാളത്തിൽ ഒളിക്കുമെന്നോ ഒന്നും നിങ്ങൾ ധരിക്കരുത്. നിങ്ങൾക്ക് മറുപടികൾ ഉണ്ടെങ്കിൽ ആശയപരമായിട്ടാണ് നിങ്ങൾ അതിനെ പ്രതിരോധിക്കേണ്ടത്. പിന്നെ പ്രൊവോക്ക് ചെയ്യിപ്പിച്ചാലോ ഭീഷണിപ്പെടുത്തിയാലോ ചാനൽ അങ്ങോട്ട് ഇല്ലാതാക്കിയിട്ട് എന്നെ തട്ടിക്കളഞ്ഞാലോ ഒന്നും ഇസ്ലാം മത വിമർശനങ്ങളൊന്നും അവസാനിക്കില്ല. ഒരു മതവിമർശനവും അവസാനിക്കില്ല. ഒരു പക്ഷേ ചോദ്യകർത്താവിനെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിച്ചാലും ചോദ്യം അവിടെ തുടരും. ചോദ്യം അവിടെ ഉണ്ടാകും. ഒരു ചോദ്യകർത്താവിനെ ഇല്ലാതാക്കിയാൽ ആ ചോദ്യകർത്താവ് ചോദിച്ച ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കൂടുതൽ കൂടുതൽ സ്പ്രെഡ് ആകും. ഇപ്പൊ ചേകനൂർ മൗലവിയെ ഇല്ലാതാക്കിയത് കൊണ്ട് എന്ത് സംഭവിച്ചു? 10-30 വർഷങ്ങൾക്ക് ശേഷം അൺലിമിറ്റഡ് ആയിട്ടുള്ള ചേകനൂർ മൗലവിമാരെ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞില്ലേ? അതുപോലെ നമ്മൾ എന്താണോ റിസൾട്ട് വിചാരിക്കുന്നത് അതിനേക്കാൾ നെഗറ്റീവ് എഫക്റ്റിലുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നോക്കിയും കണ്ടും നിന്ന നല്ലത് എന്ന് പറയുക. ഏതൊരു രാജ്യത്തും മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാൽ ആ രാജ്യം എങ്ങനെയായി തീരുമെന്ന് അറിയുന്ന അനുഭവസ്ഥരായിട്ടുള്ള ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഒരുപാട് അവഗാഹം സിദ്ധിച്ച ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മുടെ രാജ്യം ഹിന്ദു രാഷ്ട്രമായോ, ഇസ്ലാം മത രാഷ്ട്രമായോ, ജനാധിപത്യ രാഷ്ട്രമായോ? ഒരു പക്ഷേ ഹിന്ദുക്കൾ മാത്രമാണോ അറിയാത്തത്? നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, നമ്മളെ കുറിച്ച് അപവാദങ്ങൾ ലോകം മുഴുവനും പരക്കെ അറിഞ്ഞാലും ഒരു പക്ഷേ ആ അപരാധം അവസാനം അറിയുന്നത് നമ്മളായിരിക്കും. അതുപോലെ നമ്മൾ അറിയായിട്ടാണോ ഇസ്ലാമിക ശരീഅത്ത് നിയമം സ്വതന്ത്ര ഭാരതത്തിൽ നിലവിൽ വന്നോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. റെനി, സ്വാഗതം. അറിയില്ല. ഇസ്ലാം മത ഭരണത്തിന്റെ കീഴിൽ സുപ്രീം കോടതിയൊക്കെ ആ രൂപത്തിൽ ശരീഅത്ത് നിയമമൊക്കെ പുറത്തിട്ടത് നമ്മൾ കണ്ടതാണ്. പെൺകുട്ടികളുടെ വിവാഹപ്രായത്തെ സംബന്ധിച്ച് പാകിസ്ഥാനും ഇറാനും ഇറാഖും ഒക്കെ പോലും ലജ്ജിക്കുന്ന തരത്തിലുള്ള മതനിയമം നടപ്പിലാക്കിയത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ ഹിന്ദുക്കൾ മാത്രം അറിയാത്ത ഒരു ഇസ്ലാം മത രാഷ്ട്രം നമ്മുടെ രാജ്യത്ത് സ്ഥാപിതമായോ? ഇന്ത്യ ഒരു ഇസ്ലാം മത രാജ്യമായോ? ഇന്ത്യയിൽ ഹിന്ദുക്കളെക്കാൾ പ്രാധാന്യം, ക്രിസ്ത്യാനികളെക്കാൾ പ്രാധാന്യം എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്നത്? എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് ഒരുപാട് നിയമങ്ങൾ, ഭേദഗതികൾ, ആനുകൂല്യങ്ങൾ, പ്രിവിലേജുകൾ? ഇസ്ലാം മതം മാത്രം വ്രണപ്പെടാൻ പാടില്ല. മറ്റു മതങ്ങളെയൊക്കെ വാരി തേച്ച് അലക്കി ഉടുക്കി പിച്ച് കീറി വെയിലത്ത് വെക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നോക്കാം. ഇതിപ്പോ അങ്ങനെ പറയുന്നത് മതേതര രാജ്യമല്ലേ? ചിലർ പറയുന്നുണ്ട് ഹിന്ദു രാഷ്ട്രമാക്കുമെന്നൊക്കെ. പക്ഷെ പൊതുവായിട്ട് നമ്മൾ പറയുന്നുണ്ടല്ലോ മതേതര രാജ്യമാണ് എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ഇസ്ലാമിക രാജ്യമാണെന്ന് തെളിവ് തരാം. അതുകൊണ്ട് അത് ഞാൻ ഒരു പോസ്റ്റ് വായിക്കാം. ഭാസ്കരൻ നായർ അജയൻ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള, ഫേസ്ബുക്കിലൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഭാസ്കരൻ നായർ അജയൻ. അദ്ദേഹം എഴുതിയിരിക്കുന്നത് കുറിപ്പ് വായിക്കാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഇന്ത്യ ഇസ്ലാമിക രാജ്യമാണോ മതേതര രാജ്യമാണോ എന്നുള്ളത്. ഞാൻ കേട്ട ഏറ്റവും വലിയ കോമഡി, ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. എന്താണ് മതേതരത്വം? എല്ലാ മതങ്ങൾക്കും തുല്യ പദവി, തുല്യ പരിഗണന. ഞാൻ അപ്പോൾ കൂടെ പഠിച്ച നവാസിനെയും രാജുവിനെയും ഓർത്തു. പഠിക്കാൻ മിടുക്കനായിരുന്ന രാജു വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം പഠിത്തം നിർത്തി ഒരു തടിമില്ലിൽ പണിയെടുക്കുന്നു. ദരിദ്രൻ. നവാസ് പഠിത്തത്തിൽ മോശമായി പഠിത്തം നിർത്തി ഗൾഫിലെത്തി ഇന്ന് സ്വന്തം സൂപ്പർ മാർക്കറ്റ് നടത്തുന്നു. ലക്ഷപ്രഭു. നവാസിന്റെയും രാജുവിന്റെയും മക്കൾ ഒരു ക്ലാസ്സിൽ. രാജു മകനെ പഠിപ്പിക്കാൻ പാടുവിടുന്നു. നവാസ് പഠനം കാര്യമാക്കുന്നില്ല. 18 തികഞ്ഞാൽ ഗൾഫിൽ കൊണ്ടുപോകണം. രാജു മകന്റെ പഠന ചെലവിന് പാടുവിടുന്നു. നവാസിന്റെ മകന് ലംസം ഗ്രാൻഡ് ഉണ്ട്. എന്താ കാരണം? രാജു ഹിന്ദുവാണ്, നവാസ് മുസൽമാൻ. അതെ, ഇന്ത്യ മതേതര രാജ്യമാണ്. ഞാനും രാജുവും ശബരിമലയ്ക്ക് പോയി. ഞങ്ങളുടെ സ്വന്തം കാര്യം സ്വന്തം പണം മുടക്കി പോയി. നവാസ് ഹജ്ജിന് പോയി. നവാസിന്റെ സ്വന്തം കാര്യം സർക്കാർ വക സബ്സിഡി. അതെ, ഇന്ത്യ മതേതര രാജ്യമാണ്. കൂട്ടുകാരൻ ഉദയൻ സപ്താഹ ആചാര്യനാണ്. ചെറിയ വരുമാനം, മതപരമായ കാര്യമാണ്.
വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടുന്ന ഒരു പോസ്റ്റാണിത്. പബ്ലിക്കിന്റെ നികുതി ഇതര മതവിഭാഗത്തിന്റെയും മതമില്ലാത്തവന്റെയും നികുതി ഉപയോഗിച്ച് ഒരു പ്രത്യേക മതവിഭാഗത്തിന് ലഭിക്കുന്ന അൺലിമിറ്റഡ് ആയിട്ടുള്ള സൗകര്യങ്ങൾ, സംവരണ ആനുകൂല്യങ്ങളാണ് ഈ കേൾക്കുന്നത്. ചെവി തുറന്ന് കേട്ടോ. തുടരാം. കാര്യം സ്വന്തം പണം മുടക്കി പോയി. നവാസ് ഹജ്ജിന് പോയി. നവാസിന്റെ സ്വന്തം കാര്യം സർക്കാർ വക സബ്സിഡി. അതെ, ഇന്ത്യ മതേതര രാജ്യമാണ്. കൂട്ടുകാരൻ ഉദയൻ സപ്താഹ ആചാര്യനാണ്. ചെറിയ വരുമാനം മതപരമായ കാര്യമാണ്, സാമൂഹിക സേവനമല്ല. നവാസിന്റെ വാപ്പ മദ്രസയിൽ പഠിപ്പിക്കുന്നു. മതപരമായ കാര്യമാണ്, സാമൂഹ്യ സേവനമല്ല. 10,000 സർക്കാർ ശമ്പളം. അതെ, ഇന്ത്യ മതേതര രാജ്യമാണ്. അതിനൊക്കെ രാഘവൻ തിരുമേനി വാർദ്ധക്യ പെൻഷൻ 1000 രൂപയ്ക്ക് കയറി ഇറങ്ങുന്നു. പണ്ട് ഒരു ചെറിയ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. ചെയ്തത് സാമൂഹിക സേവനമല്ല, മതപരമായ കാര്യമാണ്. ജോലിക്ക് പെൻഷനില്ല. അതിലത്തെ സുലൈമാൻ ഉസ്താദ് മാസം 7,500 രൂപ സർക്കാർ പെൻഷൻ വാങ്ങുന്നു. പണ്ട് മദ്രസയിൽ പഠിപ്പിച്ചു. ചെയ്തത് സാമൂഹ്യ സേവനമല്ല, മതപരമായ കാര്യമാണ്. പക്ഷേ ജോലിക്ക് പെൻഷനുണ്ട്. അതെ, ഇന്ത്യ മതേതര രാജ്യമാണ്. ഞാൻ വിശ്വസിക്കുന്ന മതേതര പാർട്ടി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കമ്മിറ്റി വിളിക്കാൻ തയ്യാറല്ല. ഇസ്ലാം വിശ്വാസികളായ പ്രവർത്തകരുടെ മതവികാരം മാനിക്കണം. എനിക്ക് മഹാനവമിയും പൂജവെപ്പും വിദ്യാരംഭവും ഒന്നും പ്രശ്നമല്ല. കാരണം ഹിന്ദുവാണ്. മതവികാരത്തിന് വിലയില്ല. എങ്കിലും എന്റെ പാർട്ടി മതേതര പാർട്ടിയാണ്. എന്റെ മതേതര പാർട്ടി ബീഫ് വിളമ്പി പ്രതിഷേധിക്കും. പക്ഷേ പന്നി ഇറച്ചി വിളമ്പി പ്രതിഷേധിക്കില്ല. സുലൈമാന്റെ മതവികാരം വ്രണപ്പെടും. അതെ, ഇന്ത്യ മതേതര രാജ്യമാണ്. എന്റെ മതേതര പാർട്ടി അയ്യപ്പനെയും സരസ്വതിയെയും നഗ്നരാക്കി വരയ്ക്കും. കാരണം അവർ ഹിന്ദു ദൈവങ്ങളാണ്. എന്റെ മതേതര പാർട്ടി നബിയുടെ രേഖാചിത്രം പോലും വരയ്ക്കില്ല. കാരണം അത് ഇസ്ലാമിക ദൈവമാണ്. അത് ഇന്ത്യ മതേതര രാജ്യമാണ്. അത് ഇന്ത്യ മതേതര രാജ്യമാണ്. ഇതൊക്കെ ചിന്തിക്കാൻ അവസരം എനിക്ക് തന്ന ഇന്ത്യ ഇന്നും മതേതര രാജ്യമാണ്. ഞാൻ കേട്ട വലിയ കോമഡി, ഇന്ത്യ മതേതര രാജ്യമാണത്രേ. ഇതാണ് പോസ്റ്റ്. കൃത്യമായി ഒരു അവലോകനം അദ്ദേഹം നടത്തിയിട്ട് കൃത്യമായി വസ്തുനിഷ്ഠമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഇനി പറയാൻ കഴിയുന്നത് ആർക്കും ഒരു രൂപത്തിലും തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഡേറ്റാസ് വെച്ച് നിഷേധിക്കാൻ സാധിക്കാത്ത നഗ്നസത്യങ്ങൾ അദ്ദേഹത്തിന്റെ അനുഭവ പരിജ്ഞാനത്തിലൂടെയാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാകുന്ന വെടിപ്പോടുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. ശരി, ഇത് നമ്മൾ ഒന്നുകൂടെ കേൾക്കും. അതിന്റെ തെളിവ് തരാം. അതുകൊണ്ട് അത് ഞാൻ ഒരു പോസ്റ്റ് വായിക്കാം. ഭാസ്കരൻ നായർ അജയൻ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള, ഫേസ്ബുക്കിലൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഭാസ്കരൻ നായർ അജയൻ. അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പ് വായിക്കാം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഇന്ത്യ ഇസ്ലാമിക രാജ്യമാണോ മതേതര രാജ്യമാണോ എന്നുള്ളത്. ഞാൻ കേട്ട ഏറ്റവും വലിയ കോമഡി, ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. എന്താണ് കോമഡി അല്ലേ? മതത്തിൽ നിന്നും വിഭിന്നമായ ഒരു ഇതരത്വം സൂക്ഷിക്കുന്ന രാജ്യമാണോ ഇത്? അതോ മതങ്ങൾക്കു വേണ്ടി, ആചാരങ്ങൾക്കു വേണ്ടി, മതവിശ്വാസങ്ങൾക്കു വേണ്ടി, മതനിയമ സംരക്ഷണങ്ങൾക്കു വേണ്ടി കലാപവും പ്രതിഷേധവും പ്രക്ഷോഭവും ഹർത്താലുകളും യുദ്ധവും ഉണ്ടാക്കുന്ന രാജ്യമാണോ ഇത്? മതേതരത്വത്തിനു വേണ്ടി ഏതെങ്കിലും രൂപത്തിൽ ഒരു പ്രതിഷേധം ഇവിടെ നടന്നിട്ടുണ്ടോ? മതത്തിനു വേണ്ടിയല്ലാതെ. ലഹളകൾ, കലാപങ്ങള്, കലഹങ്ങള്. മതേതരത്വം? എല്ലാ മതങ്ങൾക്കും തുല്യ പദവി, തുല്യ പരിഗണന. ഞാൻ അപ്പോൾ കൂടെ പഠിച്ച നവാസിനെയും രാജുവിനെയും ഓർത്തു. എല്ലാ മതത്തിനും നമ്മുടെ രാജ്യത്ത് തുല്യ പരിഗണനയാണോ? അല്ല. താടിയും തലപ്പാവും വെച്ച പൊറോട്ടക്കെട്ടുകാരുടെ മതത്തിനു മാത്രമായിട്ട് ചില പ്രത്യേകതകളുണ്ട്. പഠിക്കാൻ മിടുക്കനായിരുന്ന രാജു വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം പഠിത്തം നിർത്തി ഒരു തടി മില്ലിൽ പണിയെടുക്കുന്നു. ദരിദ്രൻ. നവാസ് പഠിത്തത്തിൽ മോശമായി പഠിത്തം നിർത്തി ഗൾഫിലെത്തി. ഇന്ന് സ്വന്തം സൂപ്പർ മാർക്കറ്റ് നടത്തുന്നു. ലക്ഷപ്രഭു. നവാസിന്റെയും രാജുവിന്റെയും മക്കൾ ഒരു ക്ലാസ്സിൽ. രാജു മകനെ പഠിപ്പിക്കാൻ പാടുപെടുന്നു. നവാസ് പഠനം കാര്യമാക്കുന്നില്ല. 18 തികഞ്ഞാൽ ഗൾഫിൽ കൊണ്ടുപോകണം. രാജു മകന്റെ പഠന ചെലവിന് പാടുപെടുന്നു. നവാസിന്റെ മകന് ലംസം ഗ്രാൻഡ് ഉണ്ട്. എന്താ കാരണം? രാജുവും നവാസും രണ്ട് സുഹൃത്തുക്കളാണ്. നവാസിന് പഠിക്കാൻ പറ്റിയില്ല. അദ്ദേഹം ഗൾഫിൽ പോയിട്ട് പണമുണ്ടാക്കി മോൻ പഠിക്കുന്നു. മോൻ പഠനത്തിൽ കുറച്ച് മികവ് കുറവാണ്. പക്ഷേ സർക്കാരിൽ നിന്നും സംവരണ ആനുകൂല്യ ഗ്രാന്റ് ലഭിക്കുന്നുണ്ട്. ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. രാജുവിന്റെ മകനോ ഒന്നും കിട്ടുന്നില്ല. രാജു മകനെ എങ്ങനെയെങ്കിലും തനിക്ക് നഷ്ടപ്പെട്ട വിദ്യാഭ്യാസം മകന് നേടിക്കൊടുക്കണം എന്ന അത്യാഗ്രഹത്തോടെ കഠിനമായിട്ട് അധ്വാനിക്കുന്നു. ഒരു രാജ്യത്ത് ഇത് ഈക്വൽ ആണോ എന്ന് ചിന്തിക്കുന്നു. നവാസ് മുസൽമാനും. അതെ, ഇന്ത്യ മതേതര രാജ്യമാണ്. ഞാനും രാജുവും ശബരിമലയ്ക്ക് പോയി. ഞങ്ങളുടെ സ്വന്തം കാര്യം സ്വന്തം പണം മുടക്കി പോയി. നവാസ് ഹജ്ജിന് പോയി. നവാസിന്റെ സ്വന്തം കാര്യം സർക്കാർ വക സബ്സിഡി. അതെ, ഇന്ത്യ മതേതര രാജ്യമാണ്. കൂട്ടുകാരൻ ഇസ്ലാമിന്റെ
5 സ്തംഭങ്ങളിൽ ഒന്നാണ് ഹജ്ജ്. സമ്പത്തുള്ളവൻ പോയാ മതി, എല്ലാവരും പോകണമെന്ന് നിർബന്ധമില്ല. സമ്പത്തും ആരോഗ്യവും ഉള്ളവനോട് മാത്രമാണ് ഹജ്ജ് ചെയ്യാൻ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പബ്ലിക്കിന്റെ നികുതി പണത്തിൽ നിന്ന് എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ, എല്ലാ മതത്തിനുമുണ്ട് തീർത്ഥാടനങ്ങൾ. ആ തീർത്ഥാടനങ്ങൾ എല്ലാ മതവിശ്വാസികളും അവനവന്റെ പണം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ സർക്കാർ ഒരു പ്രത്യേക മതവിഭാഗത്തിനു മാത്രം സബ്സിഡി എന്ന രൂപത്തിൽ, ഹജ്ജ് സബ്സിഡി എന്ന രൂപത്തിൽ ഈ പണം എടുത്തു കൊടുത്ത് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും? സപ്താഹ ആചാര്യനാണ്. ചെറിയ വരുമാനം മതപരമായ കാര്യമാണ്, സാമൂഹിക സേവനമല്ല. നവാസിന്റെ വാപ്പ മദ്രസയിൽ പഠിപ്പിക്കുന്നു, മതപരമായ കാര്യമാണ്, സാമൂഹ്യ സേവനമല്ല. 10,000 സർക്കാർ ശമ്പളം. ഒരു ലീം മീഡിയ എന്ന് പറയുന്ന ഒരുത്തൻ, ഞാൻ മറുപടി പറയേണ്ടെന്ന് വിചാരിച്ചതാണ്, ക്ഷമിക്കണം. ഞാൻ നോക്കട്ടെ, എൻ്റെ ഏതെങ്കിലും അഡ്മിന്മാര്, സൂരജ് ഉണ്ട്, റെനി ഇല്ലേ, റെനി ഉണ്ട്, ആരിഫ് ആരിഫ് ഉണ്ട്. നല്ലൊരു മറുപടി കൊടുത്ത് ഓടിച്ചോ. ശരി, പൾച്ചർ ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞാൽ നമ്മുടെ വിഷയത്തിൽ നിന്നും വ്യതിചലിച്ചു പോകും. അവൻ്റെ ഉമ്മ അറുവാണിച്ചിയാണ് എന്ന് വന്ന് പറയുന്നുണ്ട്. സൂരജ് പറഞ്ഞിട്ടുണ്ട് മറുപടി. അതായത് അവൻ്റെ ഉമ്മ അങ്ങനെ ആകാൻ കാരണം അവൻ്റെ വാപ്പയല്ലേ, അവൻ്റെ വാപ്പയുടെ കഴിവുകേട് കൊണ്ടാണല്ലോ ഉമ്മയെ നിയന്ത്രിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. മുറിയന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വൾഗാരിറ്റിയാണ്, അതവൻ എടുത്ത് പുറത്തെടുക്കും. ഓക്കെ, ശരി. അപ്പോ അതെ, ഈ ആചാര്യനാണ്. ചെറിയ വരുമാനം മതപരമായ കാര്യമാണ്, സാമൂഹിക സേവനമല്ല. നവാസിന്റെ വാപ്പ മദ്രസയിൽ പഠിപ്പിക്കുന്നു, മതപരമായ കാര്യമാണ്, സാമൂഹ്യ സേവനമല്ല. 10,000 സർക്കാർ ശമ്പളം. അതെ, രാജുവിന്റെ പിതാവിനില്ലാത്ത ആനുകൂല്യം. മതപുരോഹിതനാണ് രാജുവിന്റെ പിതാവ്, അദ്ദേഹത്തിനില്ലാത്ത ആനുകൂല്യം നവാസിന്റെ മദ്രസ അധ്യാപകനായിട്ടുള്ള വാപ്പയ്ക്ക് ലഭിക്കുന്നു. മാസം 10,000 രൂപ പെൻഷൻ. ഇതൊക്കെ നിഷേധിക്കാൻ സാധിക്കുമോ? പാർലമെന്റില് നമ്മുടെ KT ജലീല് അവതരിപ്പിച്ച പ്രസ്താവനകള് നമ്മൾ എല്ലാവരും കേട്ടതല്ലേ, അല്ലേ? മദ്രസ അധ്യാപകർക്ക്, മുസ്ലിങ്ങൾക്ക് ക്ഷേമനിധിയായും വിവാഹ ആവശ്യങ്ങൾക്കായും അവശത പെൻഷനായുമൊക്കെ വാരിക്കോരി ഒരു സർക്കാർ നൽകുന്നു. ഈ രാജ്യം ഏതാണ്? മതേതര രാജ്യം. അപ്പോൾ ഭാസ്കരൻ അജയൻ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ തൂലികാ നാമത്തിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, ഈ രാജ്യത്ത് രാജുവും നവാസും തികച്ചും 2 വേറിട്ട വ്യക്തികളാണ്. രാജു ഒരു ഹിന്ദു ആയതുകൊണ്ട് ഒരു ആനുകൂല്യങ്ങളും ഈ രാജ്യത്ത് നിന്ന് ലഭിക്കുന്നില്ല. നവാസ് ഒരു മുസ്ലിം ആയതുകൊണ്ട് നവാസിന്റെ മകനെ പഠിപ്പിക്കാൻ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. നവാസിന്റെ പിതാവ് മദ്രസ അധ്യാപകനായതുകൊണ്ട് ക്ഷേമനിധി ഉൾപ്പെടെ, പെൻഷൻ ഉൾപ്പെടെ, ആദായങ്ങൾ എമ്പാടും, ലോണ്, മരിച്ചാൽ പൈസ, മരണാനന്തര ക്രിയകൾക്ക്, മക്കളെ പഠിപ്പിക്കാന് വിധവാ പെൻഷൻ വേറെ, മക്കളെ കെട്ടിച്ചയക്കാൻ വേറെ, അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിക്കുമ്പോഴും ഇതൊന്നും അറിയാതെ ഇവിടെ ഇരുന്ന് ഹിന്ദുക്കൾ പറയുന്നു എൻ്റെ രാജ്യം മതേതര രാജ്യമാണ് എന്ന്. അതെ, എൻ്റെ പ്രിയപ്പെട്ട ഹിന്ദുക്കളെ, ഉറങ്ങുന്നവരെ മാത്രമേ നമുക്ക് ഉണർത്താൻ പറ്റൂ, ഉറക്കം നടിക്കുന്നവരെ നമുക്ക് ഉണർത്താൻ കഴിയില്ല. ഇന്നൽ ആക്കില യക്ഫിയൽ ഇഷാറ എന്ന് പറയുന്നത് പോലെ ബുദ്ധിമാന് സൂചനകൾ മതി. നമ്മുടെ രാജ്യം ശരീഅത്ത് നിയമത്തിന്റെ അടിമയായി, ഒരു അഫ്ഗാനായി താലിബാനിസം വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ലോകാവസാനം വരെ നിനക്കൊന്നും മനസ്സിലാകാൻ പോകുന്നില്ല. ആരെ കൊണ്ട് മനസ്സിലാക്കിക്കാനും പറ്റില്ല. അജയൻ മതേതര രാജ്യമാണ്. അതിലത്തെ രാഘവൻ തിരുമേനി വാർദ്ധക്യ പെൻഷൻ 1000 രൂപയ്ക്ക് കയറി ഇറങ്ങുന്നു. പണ്ട് ഒരു ചെറിയ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. ചെയ്തത് സാമൂഹിക സേവനമല്ല, മതപരമായ കാര്യമാണ്, ജോലിക്ക് പെൻഷൻ ഇല്ല. അതിലത്തെ സുലൈമാൻ ഉസ്താദ് മാസം 7,500 രൂപ സർക്കാർ പെൻഷൻ വാങ്ങുന്നു. പണ്ട് മദ്രസയിൽ പഠിപ്പിച്ചു. ചെയ്തത് സാമൂഹ്യ സേവനമല്ല, മതപരമായ കാര്യമാണ്, പക്ഷേ ജോലിക്ക് പെൻഷൻ ഉണ്ട്. അതെ, ഇന്ത്യ മതേതര രാജ്യമാണ്. ഞാൻ വിശ്വസിക്കുന്ന മതേതര പാർട്ടി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കമ്മിറ്റി വിളിക്കാൻ തയ്യാറല്ല. ഇസ്ലാം വിശ്വാസികളായ പ്രവർത്തകരുടെ മതവികാരം മാനിക്കണം. എനിക്ക് മഹാനവമിയും പൂജവെപ്പും വിദ്യാരംഭവും ഒന്നും പ്രശ്നമല്ല, കാരണം ഹിന്ദുവാണ്. മതവികാരത്തിന്
വിലയില്ല. എങ്കിലും എന്റെ പാർട്ടി മതേതര പാർട്ടിയാണ്. എന്റെ മതേതര പാർട്ടി ബീഫ് വിളമ്പി പ്രതിഷേധിക്കും, പക്ഷേ പന്നിയിറച്ചി വിളമ്പി പ്രതിഷേധിക്കില്ല. സുലൈമാന്റെ മതവികാരം വ്രണപ്പെടും. അത് ഇന്ത്യ മതേതര രാജ്യമാണ്. എന്റെ മതേതര പാർട്ടി അയ്യപ്പനെയും സരസ്വതിയെയും നഗ്നരാക്കി വരയ്ക്കും. കാരണം അവർ ഹിന്ദു ദൈവങ്ങളാണ്. എന്റെ മതേതര പാർട്ടി നബിയുടെ രേഖാചിത്രം പോലും വരയ്ക്കില്ല. കാരണം അത് ഇസ്ലാമിക ദൈവമാണ്. അത് ഇന്ത്യ മതേതര രാജ്യമാണ്. ഇതൊക്കെ MF ഹുസൈൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം നാമധാരിയാണ് ഹൈന്ദവ ദേവതകളെ എനിക്ക് നഗ്നമായി കാണാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് അദ്ദേഹം നഗ്ന ചിത്രങ്ങൾ വരച്ചത്. പക്ഷേ പ്രവാചകന്റെ ഒരു കാർട്ടൂൺ ചിത്രം പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ ഫ്രാൻസിലെ ഷാർലി എബ്ദോ എന്ന് പറയുന്ന കാർട്ടൂണിസ്റ്റ് മാസിക അതിന്റെ ഓഫീസ് അടിച്ച് തകർത്ത് എത്ര പേരെയാണ് അന്ന് ഇവര് കൊന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരില് ഷാർലി എബ്ദോ എന്ന് പറയുന്ന കാർട്ടൂൺ മാസികയിൽ പ്രവാചകന്റെ കാരിക്കേച്ചറോ ചിത്രമോ അച്ചടിച്ചു വരാൻ ഫ്രാൻസിന്റെ നിയമങ്ങൾ തടസ്സമല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകന്റെ കഴുത്തെടുത്തത് ആരായിരുന്നു? ഒരു 18കാരനായിട്ടുള്ള അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി. MF ഹുസൈനോ അംഗീകാരങ്ങളുടെ പെരുമഴ. ചിന്തിക്കാൻ അവസരം എനിക്ക് തന്ന ഇന്ത്യ ഇന്നും മതേതര രാജ്യമാണ്. ഞാൻ കേട്ട വലിയ കോമഡി ഇന്ത്യ മതേതര രാജ്യമാണ് എന്നതാണ്. ഇതാണ് പോസ്റ്റ്. കൃത്യമായി ഒരു അവലോകനം അദ്ദേഹം നടത്തിയിട്ട് കൃത്യമായി വസ്തുനിഷ്ഠമായിട്ടാണ് പച്ചയായ ഇത് പറയാൻ കഴിയുമോ ഇന്ത്യ അനുഭവങ്ങളിലൂടെ മതേതര രാജ്യമാണ്? ഒരിക്കലും അറിയാം. ന്യൂനപക്ഷ സംവരണം എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലുള്ളതാണ്? അത് ഏറ്റവും വലിയ വിവേചനമാണ്. ന്യൂനപക്ഷത്തിന് അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ സംവരണം എന്ന് പറയുന്നത് കൊടിയ അനീതിയാണ്. അത് ഇന്നും ഇന്ത്യയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. സത്യം. ജാതിക്കാണ് സംവരണം വേണ്ടത്. ഭൂരിപക്ഷത്തിനില്ലാത്ത ഒരു ആനുകൂല്യവും ന്യൂനപക്ഷത്തിനുണ്ടാകരുത്. ന്യൂനപക്ഷത്തിനില്ലാത്ത ഒരു ആനുകൂല്യവും ഭൂരിപക്ഷത്തിനും ഉണ്ടാകരുത്. ഇവിടെ ജാതിയുടെ അടിസ്ഥാനത്തിലല്ല സംവരണം വേണ്ടത്, സാമ്പത്തിക അടിസ്ഥാനത്തിലുള്ള സംവരണമാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. എന്നാലാണ് നമ്മുടെ സമൂഹത്തിലെ ദരിദ്രർക്ക് ഇതിന്റെ എന്തെങ്കിലും ഒരു ആനുകൂല്യം ലഭിക്കൂ. ഇത് സമ്പത്തുള്ളവർക്ക് തന്നെ വീണ്ടും വീണ്ടും ആനുകൂല്യങ്ങൾ വാരിയും കോരിയും കൊടുത്തുകൊണ്ടിരുന്നാൽ ദരിദ്രൻ എല്ലാ കാലത്തും ദരിദ്രനായും സമ്പന്നൻ എല്ലാ കാലത്തും സമ്പന്നനായും തുടരും. ജാതിപരമായിട്ടാണ് സംവരണം കൊടുക്കുന്നത്. ഹൈന്ദവ ജാതി ശ്രേണി ഉണ്ടായിരുന്നു. ആ ശ്രേണിയിൽ താഴ്ന്ന ശ്രേണിയിൽപ്പെട്ടവർക്ക്, താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് നിരന്തരമായ അടിച്ചമർത്തലുകൾ അനുഭവിക്കേണ്ടി വന്നവർക്ക്, ജാതീയമായ വേർതിരിവ് വന്നവർക്ക്, സമൂഹത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടവർ, ആട്ടി ഓടിക്കപ്പെട്ടവർ, അവർക്കൊക്കെ ആയിട്ടുള്ള ആദിവാസികൾ എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും ആ വിഭാഗങ്ങൾക്കെല്ലാം തന്നെയാണ് സംവരണം കൊടുക്കേണ്ടത്. ന്യൂനപക്ഷത്തിന് എന്തിനാണ് സംവരണത്തിന് ആവശ്യം? ഇനി ദളിതരായിരുന്നവർ, ഈ പറയുന്ന പട്ടികജാതിയിൽപ്പെട്ടിരുന്നവർ, അവർ ക്രിസ്തു മതമോ ഇസ്ലാം മതമോ സ്വീകരിച്ചാൽ അവർ പിന്നെ പട്ടികജാതിക്കാരല്ല. കാരണം അവർ ഈ ജാതി സമ്പ്രദായത്തിൽ നിന്ന് സംവരണം എന്ന് പറയുന്നത് ജാതിക്ക് ഉള്ള പ്രശ്നത്തിനുള്ള പരിഹാരമാണ്. ജാതിയാണ് അവിടെ പ്രശ്നം ഏറ്റവും വലിയ. ആ പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് സംവരണം കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ സാമ്പത്തിക അടിസ്ഥാനത്തിലല്ല സംവരണം കൊണ്ടുവന്നിരിക്കുന്നത്. സാമ്പത്തിക സംവരണം വേറെയാണ്. ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ടവൻ, അവന് വലിയ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവന് പൈസ കൊടുത്താൽ മാത്രം മതി, അവന്റെ സകല പ്രശ്നങ്ങൾ തീർന്നു. പക്ഷെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവന്, ഒരു SC ആയിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ST ആയിട്ടുള്ള ആൾക്ക് പണം കിട്ടിയാലും വലിയ ധനികനായാലും ശരി തന്നെ അവനൊരിക്കലും സമൂഹത്തിലേക്ക് ഉയർന്നവനായിട്ടില്ലെങ്കിൽ അവന് വലിയ വിലയുള്ളതായിട്ട് അംഗീകരിക്കപ്പെട്ടില്ല. കാരണം ജാതിയാണ്. അപ്പൊ ജാതിയിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി, ജാതി വ്യവസ്ഥ ഇല്ലാതാക്കാൻ വേണ്ടി, ജാതിപരമായ വേർതിരിവുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് സംവരണം കൊണ്ടുവന്നിട്ടില്ല. ആ സംവരണം ഈ മതന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യം എന്താണ്? ന്യൂനപക്ഷം എന്നാണ് പറയുന്നത്. കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. കോടിക്കണക്കിന് അവര് തന്നെ പറയുന്നത് ഞങ്ങളിപ്പോൾ ന്യൂനപക്ഷമല്ല എന്നാ. ഇപ്പൊ നമ്മുടെ നിർമ്മല കോളേജില് നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞ് കുട്ടികൾ ബഹളമുണ്ടാക്കിയപ്പോൾ അലിയാർ കാസ്മി പറഞ്ഞത് കേട്ടില്ലേ? മക്കളെ, നമ്മളിപ്പോൾ ന്യൂനപക്ഷമല്ല മക്കളെ, നമ്മൾ കേരളത്തിൽ 27% മക്കളെ. കഴുതു വെട്ടാനുള്ള, ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടാനുള്ള സമയമായിട്ടുണ്ട് മക്കളെ, ഞങ്ങൾ പറയും. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് ചെയ്തോണം. 21 ഊരിയ വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല, തെച്ചുമിനുക്കാൻ മടിയില്ല. സ്റ്റാർട്ട് പറയും, അപ്പോൾ ഓക്കെ ആയിക്കോണം. കേന്ദ്ര സർക്കാർ മതസംവരണം നിർത്തലാക്കേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിട്ടുണ്ട്. എല്ലാ മതത്തിലെയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയായിരിക്കണം. 60 വർഷത്തോളം ഈ രാജ്യം കോൺഗ്രസ് ഭരിച്ചിട്ട്
ഈ രാജ്യത്തിന് എന്ത് രൂപത്തിലുള്ള പുരോഗതിയാണ് ഉണ്ടാക്കിയത് എന്ന് ഇത്തരം നയങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരിക. തീവ്രവാദ സ്വഭാവമുള്ള ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന രാജ്യവിരുദ്ധരായിട്ടുള്ള രാജ്യദ്രോഹികളുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കണം. ഇവരെന്തിനാ ശ്രമിക്കുന്നത്? അമുസ്ലിങ്ങളുടെ സ്വത്ത് പിടിച്ചെടുത്ത് ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാൻ വേണ്ടി. എന്തിനാണ് ഈ രാജ്യത്ത് ഒരു വഖഫ് ബോർഡ്? എന്തിനാണ് ഒരു മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്? ആലോചിച്ചാൽ മതി പറയുന്നതിൽ കാര്യങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കും. സംവരണം നമ്മൾ പറയുന്നു ഭാരതീയ പൈതൃകത്തിലുള്ള ക്ഷീണിതർക്കു മാത്രം അവകാശപ്പെട്ടതല്ലേ, അതവർക്ക് കൊടുക്കേണ്ടതല്ലേ? എങ്ങനെയാണ് ഈ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് ന്യൂനപക്ഷ സംരക്ഷണം എന്ന രൂപത്തിൽ ഇങ്ങനെ ആയത്? നരേന്ദ്രമോദി സർക്കാരിന് ഈ രാജ്യത്തോട് എന്തെങ്കിലുമൊക്കെ കൂറും പ്രതിബദ്ധതയും ഉണ്ടെന്നും ഇത്തരം നയങ്ങളും തീരുമാനങ്ങളും ഒക്കെ എടുത്ത് ഓടയിൽ തള്ളേണ്ടുന്ന സമയമായെന്നുമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുവാണ്. അതുപോലെ ജനസംഖ്യാ നിയന്ത്രണ ബില്ല് എന്നേ കൊണ്ടുവരേണ്ടുന്ന സമയം കഴിഞ്ഞിട്ടുണ്ട്. തെലങ്കാന, തമിഴ്നാട്, ഛത്തീസ്ഗഡ്, ആന്ധ്ര ഇവിടങ്ങളിലൊക്കെ ചർച്ചുകള്, ക്ഷേത്രങ്ങളൊക്കെ മുസ്ലിങ്ങൾ പിടിച്ചെടുത്ത് ആധിപത്യം സ്ഥാപിച്ച് അവിടമൊക്കെ അവരെ മസ്ജിദാക്കി. അല്ലാഹു അക്ബർ എന്ന ധ്വനി മാത്രം കേട്ടാൽ മതി എന്ന രൂപത്തിൽ എന്തെല്ലാമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും നമ്മളിവിടെ പറയുവാണ് നമ്മുടെ രാജ്യം മതേതര രാജ്യമാണ്. ഭരണഘടനയില് ജാതി സംവരണം മാത്രം നിലനിൽക്കെ എന്തുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങൾക്കും ഈ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംവരണം നൽകുന്നത് എന്ന് എത്രയോ കൊല്ലങ്ങളായിട്ട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക. ഭരണഘടനയുടെ പ്രത്യക്ഷമായിട്ടുള്ള ലംഘനങ്ങളാണ് ഇത്തരം മതസംവരണങ്ങൾ. ഇതൊക്കെ കേന്ദ്ര സർക്കാർ നിരോധിക്കേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിട്ടുണ്ട്. ഇപ്പോ മദ്രസയ്ക്കു വേണ്ടി നമ്മുടെ എന്തിനാണ് പൊതുനികുതിയിൽ നിന്ന് ഇവർക്ക് സംവരണ ആനുകൂല്യങ്ങളായിട്ട് പണം വാരിക്കോരി കൊടുക്കുന്നത്? മദ്രസയിൽ പഠിച്ച കുട്ടികൾക്ക് കൂടി ഇനി പെൻഷൻ കൊടുക്കുമോ എന്ന് മാത്രം കണ്ടറിഞ്ഞാൽ മതിയാകും. കുട്ടികളെ പീഡിപ്പിക്കാൻ പരിശീലനം നൽകാനും ഫണ്ട് തീർന്നില്ല. ഈ ഭാസ്കരൻ അജയൻ എന്ന വ്യക്തിയുടെ പോസ്റ്റ് മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ. ഇവർക്ക് ഇതിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം എന്നുകൂടി നമുക്കറിയണമല്ലോ. സംവരണം ഈ മതന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യം എന്താണ്? ന്യൂനപക്ഷം എന്നാണ് പറയുന്നത്. കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. കോടിക്കണക്കിന് ആൾക്കാരുള്ളവരാണ് ന്യൂനപക്ഷം എന്ന് പറയുന്നത്. അതെങ്ങനെ ന്യൂനപക്ഷം? കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ആരാ ന്യൂനപക്ഷം? പറയാം? ഹിന്ദുക്കളാണ് ന്യൂനപക്ഷം. അപ്പോൾ കാശ്മീരിൽ പോയ ആരാണ് ന്യൂനപക്ഷം? ഹിന്ദുക്കളാണ് ന്യൂനപക്ഷം. അപ്പൊ അതെങ്ങനെയാണ് ഒരു രാജ്യത്ത് സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ, സംസ്ഥാനങ്ങളുടെ പ്രദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കേണ്ടത് സംവരണം കൊടുക്കേണ്ടത്? അവിടെ ഭീതിതമായ അവസ്ഥയിൽ കഴിയുന്ന ന്യൂനപക്ഷങ്ങളായിരിക്കും. അപ്പൊ അവിടുത്തെ ന്യൂനപക്ഷം വരെ കാശ്മീരിൽ പോകണമെങ്കിൽ അവിടുത്തെ ന്യൂനപക്ഷം ഹിന്ദുക്കളാണ്. അവരാണ് ഭീതിതമായ അവസ്ഥയിൽ കഴിയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരാണ്? കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദുക്കളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തിനാണ് സംവരണത്തിന്റെ ആവശ്യം എന്നുള്ള ഒരു ചോദ്യം, അത് വലിയ ചോദ്യമാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ ജാതീയമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് സംവരണം കൊടുക്കേണ്ടത്. മുസ്ലിങ്ങൾക്ക് എന്തിനാണ് ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഇത്രയേറെ ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടത്? ന്യൂനപക്ഷം ഒരു പദവിയാണ് അല്ല. ഈ പറയുന്ന ജാതീയമായ വേർതിരിവ് അനുഭവിച്ചവർക്ക് മാത്രമാണ് സംവരണം കൊടുക്കേണ്ടത്, അവർക്കാണ് ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടത്. മതന്യൂനപക്ഷങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഇത്രയേറെ അവർക്ക് ഈ പ്രാധാന്യം വരുന്നത്? ഇന്ത്യ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മുടെ ഹൈന്ദവമായിട്ടുള്ള ഒരു വിശ്വാസങ്ങൾക്കും വരെ ഉണ്ടാവാത്ത ഈ സമൂഹത്തിൽ ഇസ്ലാമിന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്, അവർക്ക് വലിയ സംരക്ഷണമാണ് ലഭിക്കുന്നത്. ഒരു പറഞ്ഞില്ല, മാസ്റ്റർ നായർ രാജൻ പറഞ്ഞിരിക്കുന്നത് കൃത്യമല്ലേ? നമ്മളുടെ ഏതെങ്കിലും ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ആഘോഷം ഒരു വർഷമെങ്കിലും മുറിവേൽക്കാതെ കടന്നു പോകുമോ? ഒരു തവണയെങ്കിലും ഒരു വിഷുവിന് ഒരു എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കില്ലേ? ഇപ്പോൾ ക്രിസ്തുമസ് ജനങ്ങൾ ഭയപ്പാടോടുകൂടിയാണ് ആഘോഷിക്കുന്നത്. പല രാജ്യങ്ങളിലും ന്യൂ ഇയർ ആഘോഷം പോലും വേണ്ടെന്ന് വെച്ചത് ഭയത്തോടു കൂടിയാ. ഞാനത് പറയാം. ആ ദൈവങ്ങളെ ആക്ഷേപിക്കില്ലേ? ഓണത്തിന് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കില്ല, സംഘടിതമായ ഓണത്തിന് നേരെ ആക്രമണം നടക്കുന്നില്ലേ? അപ്പൊ ഈ പറയുന്ന വിദ്യാരംഭത്തിന്, വിജയദശമിക്കും നിരന്തരമായ ആക്രമണമാണ് നടക്കുന്നത്. ദീപാവലിയായ പ്രശ്നമാണ്. ദീപാവലി പടക്കം പൊട്ടിക്കുന്നു, മലിനീകരണം ഉണ്ടാകുന്നു. അയ്യോ, വേറെ ഒന്നും മലിനീകരണം ഇല്ല എന്നുള്ളത് പോലെ, വേറെ ഒരു മലിനീകരണവും ഇല്ല, പടക്കം പൊട്ടിക്കുന്നത് മാത്രമാണ് മലിനീകരണം എന്നാണ്. ഇത്തരത്തിൽ വേർതിരിവുകൾ കൊണ്ട് മാത്രം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു മതേതരത്വം, അത് കപട മതേതരത്വമാണ്. ഇവിടെ ജാതി സംവരണത്തിന്റെ പേരിലായാലും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ജാതിയല്ല ശരി, ജാതി സംവരണമാണ്. അത് ഹൈന്ദവർക്ക് മാത്രമുള്ളതാണ്. ഹിന്ദുവായിരിക്കുന്നാൽ മാത്രമേ ജാതി ഉണ്ടാകുന്നുള്ളൂ. ആ ജാതിയാണ് പരിഹരിക്കേണ്ട, ആ സാമൂഹിക ഉച്ചനീചത്വങ്ങളെയാണ് പരിഹരിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് സംവരണം. അപ്പൊ ഇവിടെ മതേതരത്വം എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മതേതരത്വമല്ല, കപട മതേതരത്വമാണ്. ഇന്ത്യയിൽ സംഭവിക്കുന്ന കപട മതേതരത്വമാണ്. ഇവിടെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി മാത്രമാണ് നടക്കുന്നത്. അതിന്റെ പേരിലാണ് ഇതല്ല. ഇവിടെ ഈ പറഞ്ഞല്ലോ കൃത്യമായിട്ട് ലംസം ഗ്രാൻഡ്. എന്തിനു വേണ്ടിയിട്ട് ലംസം ഗ്രാൻഡ്?
ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വേർതിരിവിനെ പറ്റി നമുക്ക് കൃത്യമായിട്ട് ആരോളി അറിയാം. വേറെയുണ്ട്. എന്ത് അടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങൾക്ക് സംവരണത്തിന്റെ ആവശ്യം, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് സംവരണത്തിന്റെ ആവശ്യം? അവർ സംവരണം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയിൽ നിന്ന് വെളിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ സംവരണം അലഹബാദ് ഹൈക്കോടതി ചോദിച്ച അതേ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു നിയമവിരുദ്ധവും ഭരണഘടന വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമില്ല. ഹൈക്കോടതി ചോദിക്കുന്നു, എന്തിനാണ് മതം ഉപേക്ഷിച്ചവർക്ക്, ഈ പറയുന്ന ഹിന്ദു മതം ഉപേക്ഷിച്ച് മറ്റൊരു മതത്തിലേക്ക് ചേക്കേറിയവർക്ക് ജാതി സംവരണം കൊടുക്കുന്നത്? അവർ ജാതിയിൽ നിന്ന് പുറത്തുപോയി, അവർ ജാതി ഉപേക്ഷിച്ചു, അവരുടെ ഈ പറയുന്ന ദളിത് അല്ലെങ്കിൽ പട്ടികജാതി എന്ന് പറയുന്ന ഐഡന്റിറ്റി അവർ ഉപേക്ഷിച്ചു. അപ്പോൾ അതല്ല, ഇവിടുത്തെ ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടിയിട്ടാണ്, ഈ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ പല സംവിധാനങ്ങളും പ്രവർത്തിച്ചു വന്നിരുന്നത് കാലാകാലങ്ങളായിട്ട്. പ്രത്യേകിച്ച് കോൺഗ്രസും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അടക്കമുള്ളവർ ഇത്തരത്തിലുള്ള മതപ്രീണനത്തിന് വേണ്ടി മാത്രം കീഴ്പ്പെട്ടിരുന്നവരാണ് എന്നുള്ളതാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം അതാണ്. അത് മനസ്സിലാക്കപ്പെടാതെ പോകുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ മതേതരത്വം എന്ന് പറയുന്നത് കപടതയാണ്. ഭാസ്കരൻ നായർ അജയന്റെ ഈ ഒറ്റ പോസ്റ്റ് മതി കൃത്യമായി തെളിയിക്കുന്നുണ്ട്. ഇന്ത്യയിലുള്ളത് ഇസ്ലാമിക ഫേവറബിൾ ആയിട്ടുള്ള, ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കുന്ന, അവരെ പ്രീതിപ്പെടുത്തുന്ന ഒരു ഭരണ സംവിധാനമാണ് നിലനിൽക്കുന്നത്. ഇതിന് ഒരു പൊളിച്ചെഴുത്തുണ്ടായേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ആത്മാഭിമാനമില്ലാത്തവരായി നമ്മൾ. കേരളത്തിന്റെ പല ജില്ലകളിലും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ന്യൂനപക്ഷങ്ങളാണ്. അവർക്ക് ആനുകൂല്യങ്ങൾ നൽകുമോ? അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഇന്ന് അവര് പോലും ഭയപ്പെടുവാണ് ഈ കേരളത്തിൽ. ഒരു പ്രത്യേക മതവിഭാഗത്തിനു വേണ്ടി മാത്രം ആനുകൂല്യങ്ങൾ വാരിക്കോരി കൊടുക്കുമ്പോൾ അത് സ്വന്തം കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്താൽ ഓക്കെ. പൊതു നികുതിപ്പണത്തിൽ നിന്നും കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഏത് രാജ്യത്തായിരുന്നാലും ശരി, ഏത് ജില്ലയിലാകട്ടെ, ഏത് പ്രദേശങ്ങളിലാകട്ടെ, ഇവർ ഭൂരിപക്ഷമായാൽ ഇവർ മറ്റുള്ളവരെ ഇല്ലാതാക്കാനുള്ള ശ്രമം തുടങ്ങും. ന്യൂനപക്ഷമായാലോ, ന്യൂനപക്ഷങ്ങൾ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ന്യൂനപക്ഷ വേട്ട എന്ന് പറഞ്ഞ് ഇവര് പ്രതിഷേധത്തിനിറങ്ങും. ഞാന് ഒരു പെൺകുട്ടിയുടെ വീഡിയോ കാണിച്ചു തരാം. ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും. याद रखना 25 करोड़ मुसलमान हैं, कोई ऐसे वैसे नहीं है, कोई और इस्लाम देश में भी इतने मिलियन मुसलमान नहीं है जितने हिंदुस्तान में है अल्हम्दुलिल्लाह। അവര് പറയുന്നത് എന്താണ് എന്ന് ഞാൻ ചുരുക്കം പറഞ്ഞു തരാം. 130 കോടി ഹിന്ദു ഭൂരിപക്ഷ രാജ്യത്തെ ഭാരതത്തിൽ ഓരോ ഡസൻ സ്ത്രീകളെ വീതം നിക്കാഹ് കഴിച്ച് പ്രസവിപ്പിച്ച് പ്രസവിച്ചു കൂട്ടി അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിച്ച് നിലവിൽ 25 കോടി മുസ്ലിം ജനസംഖ്യ ഈ രാജ്യത്തുണ്ട് എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. കാര്യം മനസ്സിലായോ? 130 കോടി ജനസംഖ്യയുള്ള ഹിന്ദു ഭൂരിപക്ഷമാണ് എന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഓരോ ഡസൻ സ്ത്രീകളെ വീതം ഒരു പുരുഷൻ നിക്കാഹ് കഴിച്ച് അവരെ പ്രസവിപ്പിച്ച് മക്കളെ കൂട്ടി അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിച്ച് നിലവിൽ 25 കോടി മുസ്ലിം ജനസംഖ്യ ഭാരതത്തിലുണ്ട്. ഇവര് പറയുന്നതാണ് 25 കോടി ജനങ്ങളെ കാണിച്ച് അവരിലെ ഒരാളായ ഈ തട്ടക്കാരി, ഈ അപ്പിക്കുപ്പായക്കാരി ബാക്കിയുള്ള 105 കോടി ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാർ വന്ന് ആധിപത്യം സ്ഥാപിച്ച് കോളനികളാക്കി നമ്മളെ അടക്കി ഭരിച്ചു എന്ന് പറഞ്ഞ ചരിത്രങ്ങൾ നമ്മൾ ഹിസ്റ്ററി ക്ലാസ്സിൽ പഠിച്ചപ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തോട് പുച്ഛം തോന്നിയിരുന്നില്ലേ? ഈ 25 കോടി ആളുകൾ ശേഷിക്കുന്ന 105 കോടി ആളുകളെ ഭീഷണിപ്പെടുത്തുന്നു എന്നിട്ട് അവർക്ക് മദ്രസകൾ വഴി പഠനം, ആനുകൂല്യങ്ങൾ, ആയുധ പരിശീലനങ്ങൾ, തീവ്രവാദ പരിശീലനങ്ങൾ, ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ആനുകൂല്യങ്ങളും സഹായ സഹകരണങ്ങളും ഒക്കെ കൊടുക്കണം. എത്ര തീവ്രമായിരിക്കും എന്നാലോചിച്ച് നോക്ക. തന്നെയുമല്ല, ഇവരെ പിന്തുണയ്ക്കാൻ നമ്മുടെ നാട്ടിലെ സെക്യുലറിസ്റ്റുകൾ ഉണ്ട് എന്നതാണ് ഇവരുടെ ധൈര്യം. ഇതാണ്
ഇവരെ മുന്നോട്ട് പോകുന്ന നയമെങ്കിൽ, ഇതാണ് ഇവരുടെ മനോഭാവമെങ്കിൽ, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് എന്താ ഇവരോട് പറയാനുണ്ടാവുക? ഇവരെ പ്രതിരോധിക്കാൻ അവർ തയ്യാറാണ്. ഹിന്ദുക്കൾ ഇപ്പോൾ ഉറങ്ങുവാണ് എന്നത് ശരിയാണ്. പക്ഷേ എല്ലാ കാലത്തും അവർ ഉറങ്ങുവായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എവിടെയെങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലത്തിൽ മണി മുഴങ്ങുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ക്ഷേത്രമുണ്ടോ? 5 നേരവും മൈക്കില് വിളിച്ചു പോകുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, അല്ലാഹു അക്ബർ എന്ന്. എന്റെ പടച്ചോൻ മാത്രമാണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞിട്ട്. ലൗഡ് സ്പീക്കർ നിരോധിച്ച ഒരു നാട്ടില്, ഒരു സംസ്ഥാനത്ത് ആ ലൗഡ് സ്പീക്കറിലൂടെ തന്നെ വിളിച്ചു കൂവുന്നത് കേൾക്കുന്നില്ലേ നിങ്ങൾ? അപ്പോ അരിയും മലരുമായി ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇവളുമാരാണ്. 25 കോടി ആളുകള് 105 കോടി ആളുകളെ പീഡിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. എന്നിട്ട് ഇവര് പറയുന്നു മതസൗഹാർദ്ദമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന്. രാഷ്ട്രീയ പാർട്ടികളിൽ ഒരുപാട് ചേരിതിരിവുകളും വിഭാഗീയതയും ഉണ്ടാക്കി അവര് തന്നെ പരസ്പരം ചേരിതിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അവർക്കിടയിലെ ജാതീയത രൂക്ഷമായി ആളിക്കത്തിച്ചു വിട്ട് ഇവർക്ക് ഇവരെ തന്നെ തമ്മിൽ പോരടിപ്പിക്കാൻ കഴിയുന്നത് ഈ 105 കോടി ആളുകൾ ഉറങ്ങുവാണെന്നും മറ്റ് 25 കോടി ആളുകൾ ഉണർന്ന് ജാഗ്രതയോടെ ഇസ്ലാമിക രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുവാണെന്നും ഉള്ള മുന്നറിയിപ്പാണ്. ഇസ്രായേലിനെ അതിന്റെ മടയിൽ കയറി വിളിച്ചുണർത്തി പണി വാങ്ങിയതുപോലെ ഇവര് എന്തിനുള്ള പുറപ്പാടാണ് എന്ന് പറയുന്നില്ല. ഇസ്രായേല് 2 വർഷം കഴിഞ്ഞിട്ടും നിർത്താതെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ഹമാസ് ഇസ്രായേലിനെ കയറി ചൊറിഞ്ഞതുപോലെ ഇവര് വിചാരിക്കുന്നത് ഇന്ത്യയിൽ എന്തോ മലമറിക്കാമെന്നാണ്. പെറ്റുപെരുകും, ശരിയാണ്. ഇവരുടെ ലക്ഷ്യം തന്നെ അതാണല്ലോ. പെറ്റുകൂട്ടാം, എന്നിട്ട് ഇന്ത്യയെ പിടിക്കാം. അല്ലാതെ മതം മാറ്റിയൊന്നും വലുതായിട്ടൊന്നും നടക്കാൻ പോകുന്നില്ല. ഇങ്ങനെയുള്ള ആളുകളെ പാകിസ്ഥാനിലേക്ക് പൊയ്ക്കോ എന്ന് പറയുന്നത് തെറ്റാണോ? ഇന്ത്യയിൽ ഇരുന്ന് ഇവർക്ക് ഈ വീരവാദവും രാജ്യവിരുദ്ധതയും കുരയ്ക്കാൻ സ്വാതന്ത്ര്യം നൽകിയത് ഈ രാജ്യമാണ്, ഈ രാജ്യത്തിന്റെ മതേതരത്വമാണ്. നമ്മുടെ രാജ്യത്ത് തീവ്രവാദം നടത്താൻ ഇവരെ അനുവദിക്കാമോ പാടില്ലേ എന്നതൊരു വിഷയം. നമ്മുടെ സ്വതന്ത്ര ഭാരതം, ഈ പെണ്ണിനൊക്കെ എത്ര വയസ്സുണ്ടാകുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പ്രായത്തില് ഇവൾ ഇങ്ങനെ ഇന്ത്യക്കകത്തിരുന്നിട്ട് ഇന്ത്യക്കെതിരെ ഇങ്ങനെ വിഷം തുപ്പുന്നെങ്കില് ഇതൊക്കെ എന്ത് മാരകമായിട്ടുള്ള വൈറസാണ്. കഴിഞ്ഞ ജുമാ കുത്തുബയിൽ ഒരു ഉസ്താദ് എഴുന്നേറ്റ് നിന്നിട്ട് ജാമിദ ഇസ്ലാമിനെ വൈറസ് ആണെന്ന് പറഞ്ഞെന്ന്. ജാമിദ ഖുർആനിലെ തെളിവുകൾ ഉദ്ധരിച്ചാ പറഞ്ഞേ. അതല്ല എന്ന് തെളിയിക്കാനും ഖുർആനിൽ നിന്നും തെളിവ് ഉദ്ധരിച്ച് പറയട്ടെ. അതല്ലെങ്കിൽ ജാമിദ പറഞ്ഞ ഖുർആൻ വചനങ്ങൾ വെച്ചിട്ട് വേണ്ടേ സംസാരിക്കാൻ? അതിന് ഇവർക്കൊക്കെ ഖുർആൻ പഠിച്ചിട്ടാണോ ഇവരൊക്കെ പണ്ഡിതന്മാരായത്? ഇവർക്ക് അതിനെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും അറിയാമോ? ഇല്ല. ഇവര് ഞങ്ങളിപ്പോൾ ഭൂരിപക്ഷമായിട്ടുണ്ട്, ഞങ്ങൾക്ക് ഈ രാജ്യത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റണം, ഇതേ ഉള്ളൂ ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഇന്ത്യയിൽ ഇരുന്നിട്ട് ഇന്ത്യയെ തള്ളിപ്പറയുന്ന എല്ലാവരും ഇന്ത്യയുടെ ശത്രുവാകണം എന്നതാണ്. കേരളത്തില് മുസ്ലിം ജനസംഖ്യ 27% അലിയാർ കാസിമി കുട്ടികളെ ഉപദേശിച്ചത്. ശരിക്ക് 30% എന്നും ചില റിസർച്ച് കണക്കുകൾ ഞാൻ കണ്ടു. ഈ 30% ലക്ഷണങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക. ക്രിസ്ത്യാനികളും
ഹിന്ദുക്കളും തിങ്ങിപ്പാർക്കുന്ന ഏത് പ്രദേശങ്ങൾ എടുത്തു നോക്കിയാലും, എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, ചെറായി ബീച്ചിന്റെ അടുത്തുള്ള വേളാങ്കണ്ണി പള്ളി, അതിന്റെ ചുറ്റുവട്ടത്തൊക്കെ ഏകദേശം 650ഓളം ക്രിസ്ത്യൻ ഹിന്ദു കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ചെറിയ വീടുകളൊക്കെ വെച്ചിട്ട് താമസിക്കുകയാണ്. 404 ഏക്കർ സ്ഥലം ഇവര് അതിനകത്ത് അവകാശവാദം ഉന്നയിച്ച് കോടതിയിൽ പോയിരിക്കുക. വല്ല മനസ്സിലായോ? ഞങ്ങൾ 25 കോടി മതി, 105 കോടി ആളുകളെ ചൂണ്ടുവിരലിൽ നിർത്താൻ എന്ന് ഒരു എട്ടും പൊട്ടും തിരിയാത്ത ഒരു അപ്പിക്കുപ്പായക്കാരി വന്ന് സോഷ്യൽ മീഡിയയിലൂടെ വന്ന് ഗർജിക്കുമ്പോൾ എന്ന് പറഞ്ഞ് പിന്മാറി നിന്നാൽ ബംഗാൾ ഉൾക്കടലിലോ ഇന്ത്യൻ മഹാസമുദ്രത്തിലോ ചാടി ചാവാൻ തയ്യാറാകണം. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളൊക്കെ പിടിച്ചടക്കുക ഇവരുടെ നയത്തിൽപ്പെട്ടതാണ്. ഈ പ്രദേശത്ത് മുസ്ലിം മതവർഗീയത പ്രചരിപ്പിക്കാൻ ഇവര് 1950കളില് അള്ളാഹുവിന്റെ നാമത്തിൽ പതിച്ചു കിട്ടിയതാണ് ഈ 404 ഏക്കർ എന്ന് പറഞ്ഞ്. അവിടെ ക്രിസ്ത്യൻ വകകളൊക്കെ കയ്യേറി അവരുടെ ആരാധനാലയങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. പല അവരുടെ വീടുകളൊക്കെ പൊളിച്ചു മാറ്റപ്പെട്ടു. അങ്ങനെ ഈ 404 ഏക്കർ ഭൂമി തിരിച്ചു പിടിച്ച് മതവർഗീയതകൾ പ്രചരിപ്പിക്കാനുള്ള മദ്രസാലയങ്ങൾക്ക് വിട്ടുകൊടുക്കണം എന്നതാണ് ഇന്ന് കോടതിയിലിരിക്കുന്ന കേസ്. കോടതിയിലിരിക്കുന്നത് കൊണ്ട് നമുക്ക് ആ വിഷയത്തെ കുറിച്ചിട്ട് കൂടുതലൊന്നും സംസാരിക്കാനും പറ്റില്ലല്ലോ. കിട്ടിയ ഡേറ്റാസ് വെച്ചിട്ട് സംസാരിക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയമാണല്ലോ ഇത്. അതുകൊണ്ട് മതേതരത്വം തകർന്നു വീഴും. നമ്മൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് പേടിച്ചിട്ട് ചില മാധ്യമങ്ങളൊന്നും മിണ്ടുന്നില്ല, നവോത്ഥാന നാറികൾ ഒന്നും മിണ്ടുന്നില്ല ഈ വിഷയത്തെ സംബന്ധിച്ച്. അപ്പോ മറ്റുള്ളവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫാസിസമായി പോകും. മുസ്ലിം സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിനു വേണ്ടിയാണ് മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ ഭൂമി പിടിച്ചെടുത്ത് വഖഫ് ബോർഡ് എന്ന ഓമന പേരിട്ട് ഒരു ചൂണ്ടിയെടുക്കൽ കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളെ മതം പറഞ്ഞു മാറ്റി നിർത്തി എന്ന് പറഞ്ഞ പിണറായി സർക്കാർ അടക്കമുള്ള ആളുകൾ CAA നിയമം വരെ പാസാക്കിയ ഒരു രാജ്യത്താണ് ചെറായി എന്ന പ്രദേശം എന്ന് ഓർത്തു വെച്ചോ. ആരും ഇതിനകത്ത് പ്രതികരിച്ചു കാണുന്നില്ല. ചില ആളുകൾ എവിടെ പ്രതികരിക്കണം? നമ്മുടെ സെക്യുലറിസം തകർന്നു പോകുമോ? നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾ നമ്മളെ വിട്ടു പോകുമോ? നമ്മൾ ഇതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, ഇങ്ങനെ പറഞ്ഞാൽ ഇവരെന്ത് വിചാരിക്കും? അതുകൊണ്ട് എവിടെ എന്തു പറയണം എന്നത് ഇവരാലോചിച്ചും കണ്ടുമേ പറയൂ. ഇവരെവിടെ ഭൂരിപക്ഷമാകുന്നോ അവിടമൊക്കെ ഇവരറിഞ്ഞ് നരകമുണ്ടാക്കിയെടുക്കും. ഇവരില്ലാത്തപ്പോൾ സ്വർഗം പോലെ കഴിഞ്ഞ രാജ്യങ്ങളായിരിക്കും അവിടെയൊക്കെ, പ്രദേശങ്ങളായിരിക്കും, സംസ്ഥാനങ്ങളായിരിക്കും, ജില്ലകളായിരിക്കും, നാടുകളായിരിക്കും. ഇന്ത്യ വിഭജന സമയത്ത് ഏകദേശം 30 കോടി ഹിന്ദുക്കളും 10 കോടി മുസ്ലിങ്ങളും അന്നത്തെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് കണക്ക്. ആ 10 കോടി മുസ്ലിങ്ങളിൽ 4 കോടി ആളുകൾ വിഭജനത്തിന് ശേഷവും ഇന്ത്യയിൽ ശേഷിച്ചിരുന്നു. ഇത് ചരിത്രമാണ്. അന്ന് ഹിന്ദുക്കളുടെ ജനസംഖ്യ 30 കോടി. ഇന്ന് ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ 25 കോടി. അല്ല, മനസ്സിലായോ? മനസ്സിലാക്കാനൊന്നുമില്ല, ഇത് തന്നെ കാര്യം.
30 കോടി ഹിന്ദുക്കൾ ഉണ്ടായിരുന്ന രാജ്യത്ത് 10 കോടി മുസ്ലിങ്ങളും, 10 കോടിയോളം പോയി, പാകിസ്ഥാനിലേക്ക് പോയി, ബാക്കി 4 കോടിയാണ് ഉണ്ടായിരുന്നത്. അവര് ഇന്ന് 25 കോടിയായി. അപ്പോ 140 കോടിയിലധികം ജനസംഖ്യയുള്ള ഇന്നത്തെ ഇന്ത്യയിൽ ഹിന്ദുക്കളുടെ ജനസംഖ്യ 77%. അപ്രോക്സിമേറ്റ് ആണ്, ഷാർപ്പല്ല. 107 കോടി ഹിന്ദുക്കളെന്ന് കൂട്ടിക്കോ. മുസ്ലിങ്ങളോ 17%-നും 18%-നും ഇടയിൽ, അതായത് 25 കോടി തന്നെ. 4 കോടി ഉണ്ടായിരുന്ന വിഭാഗം ഇവിടെ 6 മടങ്ങ് വർദ്ധിച്ചു. 6 കോടി മുസ്ലിങ്ങൾ ഉണ്ടായിരുന്ന പാകിസ്ഥാനിൽ ഇന്ന് 26 കോടിയായി. 6 മടങ്ങ് എന്ന കണക്കനുസരിച്ചിട്ടാണെങ്കിൽ പോലും 36 കോടിയെങ്കിലും ജനസംഖ്യ ഉണ്ടാവണം. പറഞ്ഞു വരുന്നത് പാകിസ്ഥാനേക്കാൾ ഇന്ത്യയിൽ മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചു എന്നാണ്. പിടികിട്ടിയോ? നിങ്ങൾക്ക് മനസ്സിലായോ? സിമ്പിളായിട്ടൊന്ന് ചിന്തിച്ചാൽ മതി. ഇന്ത്യ വിഭജിക്കുന്ന സമയത്ത് 30 കോടി ഹിന്ദുക്കളും 10 കോടി മുസ്ലിങ്ങളും. പിന്നീട് ആ 10 കോടി മുസ്ലിങ്ങളിൽ 4 കോടി വിഭജനത്തിന് ശേഷം ഇന്ത്യയിൽ നിന്ന് 10 കോടി പാകിസ്ഥാനിലേക്ക് പോയി. അന്ന് ഹിന്ദുക്കളുടെ ജനസംഖ്യ 30 കോടി. ഇന്ന് ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ 25 കോടിയായി. 4 കോടി ഉണ്ടായിരുന്നത്. 140 കോടി ജനസംഖ്യയുള്ള ഇന്നത്തെ ഇന്ത്യയിൽ ഹിന്ദുക്കളുടെ ജനസംഖ്യ 77%. 107 കോടി. മുസ്ലിങ്ങൾ 17-നും 18-നും ഇടയ്ക്ക് വരുമ്പോൾ 25%, 25 കോടി. 4 കോടി ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ 6 മടങ്ങ് വർദ്ധിച്ച് 25 കോടിയായി. ഈ 6 മടങ്ങ് എന്ന ഈ ഒരു കണക്കെടുത്താല് പാകിസ്ഥാനില് 36 കോടിയെങ്കിലും ഉണ്ടാക്കണം. പാകിസ്ഥാനിലും 26 കോടി മുസ്ലിങ്ങളാണെന്നുള്ളത്. ഇന്ത്യയിൽ ഹിന്ദുക്കൾ 30 കോടി ഉണ്ടായിരുന്നത് 6 മടങ്ങ് വർദ്ധിക്കുകയാണെങ്കിൽ 180 കോടി വരേണ്ടതാണ്. പക്ഷേ 107 കോടിയായി നിന്നു. അതായത് 6 മടങ്ങ് അനുപാതം വെച്ച് നോക്കുമ്പോൾ 73 ഹിന്ദുക്കളുടെ കുറവാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതാണ് ഇന്നത്തെ ഇന്ത്യയിലെ ഈ കണക്കിൽ വരുന്ന വൈരുദ്ധ്യങ്ങൾ. ആ വൈരുദ്ധ്യമാണ് ഇന്ത്യയിൽ നിന്നിട്ട് ഇതിനകത്തിരുന്നിട്ട് നടത്തുന്ന, ഒരിക്കൽ കൂടി ഈ രാജ്യത്തെ പിളർത്തണം എന്ന് പറഞ്ഞ് നടക്കുന്ന വിഘടനവാദത്തിന്റെ സാരാംശം. മതത്തിന്റെ അടിസ്ഥാനത്തില് മുസ്ലിം വിഭാഗത്തിനു വേണ്ടി മാത്രം ഒരു രാജ്യം പകുത്തുകൊടുത്ത് ആ രാജ്യത്തിന്റെ സമ്പത്തിൽ പകുതി കൊടുത്ത് അവരിൽപ്പെട്ട, അതായത് ഇസ്ലാം മത രാജ്യം വേണം എന്നു പറഞ്ഞ് ഭാഗിച്ചു പോയ ആളുകളിൽപ്പെട്ട 4 കോടി ആളുകളെ ഇവിടെ നിലനിർത്തുകയും ചെയ്തു. ഇതിന്റെ ചതി എവിടെയാ കിടക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായോ? ആ 4 കോടിയില്ല. ഇതില് അന്ന് ഈ ഭാരതത്തെ പാകിസ്ഥാനാക്കി മാറ്റണം, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു രാജ്യം വേണം എന്നു പറഞ്ഞ് തർക്കിച്ച് നിരാഹാരം കിടന്ന് പ്രതിഷേധിച്ച് അവർക്ക് വേണ്ടി ഒരു രാജ്യമുണ്ടാക്കി കൊടുത്ത ഗാന്ധിയുടെ തലയിലെ ഉദ്ദേശശുദ്ധി എന്താണ് എന്ന് ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ട് നമുക്കത് മനസ്സിലാകും. ശേഷിക്കുന്ന ആളുകൾ ഈ രാജ്യത്തിരുന്നിട്ട് ബാക്കി ഭാഗവും കൂടി ഇനിയും ഞങ്ങൾക്ക് ഭാഗിക്കണം എന്ന് പറഞ്ഞ് പ്രയാസങ്ങൾ ഉണ്ടാക്കും. നമ്മൾ പറയില്ലേ, നഞ്ചെന്തിന് നന്നാഴി എന്ന്.
ഒരു ഉണ്ടമുളകുണ്ട്, ഒരു ഒടങ്കുല്ലി മുളക് എന്ന് അതിനെ പറയാം. ഒടയോനെ കുല്ലി, ഭയങ്കര എരിയാണ്, അതിനേക്കാൾ മണവുമാണ്, രുചിയുമാണ്. കാന്താരി അല്പം പോരെ എന്ന് പറയുന്നത് പോലെ ആ ശേഷിച്ച 4 കോടി ആളുകൾ 10 കോടി പാകിസ്ഥാനിൽ പോയ മുസ്ലിങ്ങളെക്കാൾ വിഷമുള്ളവരായതുകൊണ്ട് അവരിവിടെ ഇരുന്നിട്ട് ഈ രാജ്യത്തിനെതിരെ വീണ്ടും ഈ രാജ്യത്തെ ഭാഗിക്കണം എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ആരാ? സജ്ജാദ് സഫ്വാൻ. കേസ് വരാൻ ചാൻസ് ഉണ്ട്. വന്നോട്ടെ, കേസല്ലേ, പ്രോബ്ലം ഒന്നുമില്ല, വന്നോട്ടെ. എന്നോട് ഭയങ്കര സ്നേഹമാണല്ലേ. അയ്യോ, കേസ് വരുമെന്ന് ആണാ? ഓ, ഈ രാജ്യത്തിന്റെ മതേതരത്വവും സ്വാതന്ത്ര്യവും ദേശീയ ബോധവും നമ്മൾ മുറുകെ പിടിക്കുന്നു. ഇതനുഭവിച്ചിട്ട് ഈ രാജ്യത്തിന്റെ നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ഈ തീവ്രവാദികളെ മതം പറഞ്ഞു, മതത്തിന്റെ പേരിൽ പോരടിച്ച് വീണ്ടും ഈ രാജ്യത്തിന്റെ മാറു പിളർക്കണമെന്ന് പറയുന്ന അവരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ NIA നമുക്ക് പരിചയപ്പെടുത്തി തന്ന പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടന. പോപ്പുലർ ഫ്രോഡിന്റെ ആവശ്യം എന്താ? നമ്മൾ കണ്ടതല്ലേ, NIA പറഞ്ഞതല്ലേ, അവർക്കും ഇന്ത്യയെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റണം. എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഹിസ്റ്ററി ക്ലാസ്സുകളിൽ ഘോരം പ്രഭാഷണം നടത്തിയ ചരിത്ര അധ്യാപകരുടെ നാവിൽ നിന്ന് ആ ചരിത്രമുറങ്ങുന്ന ക്ലാസ് റൂമിനകത്ത് ടിപ്പുവിന്റെയും ഔറംഗസീബിന്റെയും ഒക്കെ യഥാർത്ഥ ചരിത്രം എന്തുകൊണ്ട് നമ്മൾ പഠിച്ചില്ല? എന്തുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചില്ല? എന്തിനാ ടിപ്പുവിന്റെയും ഇങ്ങനെയുള്ള മുഗൾ രാജാക്കന്മാരുടെയും ഒക്കെ ജീവചരിത്രം പെയിന്റ് അടിച്ചു വെള്ള പൂശി നമ്മളെ എന്തിനാ പഠിപ്പിച്ചത്? ഇങ്ങനെ പഠിപ്പിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെയാണ് ബാധിക്കുന്നത് എന്ന് അല്ല. ആരെയാ ബാധിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അവിടെ നിൽക്കട്ടെ. ഇവര് പലപ്പോഴും വേലി തന്നെ വിളവ് തിന്നുമെന്ന് പറയുന്നത് പോലെ ഇവര് മറ്റവർക്കിട്ട് വയ്ക്കുന്നതല്ല, ഇവർക്ക് തന്നെ തലയിൽ തന്നെയാണല്ലോ വന്ന് വീഴാറുള്ളത്. നമ്മള് കുറെ ഹിന്ദുക്കള് അവരുടെ പൂർവികര് ടിപ്പുവിന്റെ ആക്രമണത്തെ സർവൈവ് ചെയ്ത് ഇവിടെ ജീവിച്ച കുറച്ചധികം ആളുകളുണ്ട്. ഒരുപാട് ആളുകൾക്ക് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു. പല ആളുകളും ഭയന്ന് മതം മാറി ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തു. അങ്ങനെയൊക്കെയുള്ള ടിപ്പുവിന്റെയും ഔറംഗസീബിന്റെയും തുടങ്ങിയ മുഗൾ ചക്രവർത്തിമാരുടെ ഒക്കെ ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളവരാണ്. പക്ഷേ മുസ്ലിങ്ങളുടെ കണക്കനുസരിച്ച് 60,000-നും 80,000-നും അടുത്ത് ക്രിസ്ത്യാനികളെയാണ് ടിപ്പു മംഗലാപുരത്തു മാത്രം മതം മാറ്റിയത്. കേട്ടോ, നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ ഇത് പഠിക്കാതെ പോയത്? ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് ഇവരുടെ പുസ്തകം പറഞ്ഞതിനനുസരിച്ചിട്ടാണ്. കാരണം ആ ബഹുദൈവ വിശ്വാസികളോട് നിന്ദ്യമായും നീചമായും നികൃഷ്ടമായുമല്ലേ നമ്മൾ പെരുമാറാൻ പാടുള്ളൂ ആ ഗ്രന്ഥം പറയുന്നതിനനുസരിച്ച്. ഫെബ്രുവരി 24, 1784, അതായത് ഇവരുടെ റമദാൻ നോമ്പുണ്ട്, അത് ആരംഭിക്കുന്ന അതിനു മുമ്പ്, അതുപോലെ തന്നെ ഹിന്ദുക്കൾക്കും ഉണ്ടല്ലോ ഒരു നോമ്പ്, ഒരു വലിയ നോമ്പ് എന്ന് അതിനെ പറയുക. അതിനെ വിഭൂതി ബുധൻ എന്നൊക്കെ പറയും. ക്ഷാരബുധൻ പള്ളികളില് കുർബാനയൊക്കെ നടക്കുന്ന സമയത്ത് പള്ളികൾ വളഞ്ഞ് അവരെ തടവിലാക്കാൻ ടിപ്പു ഉത്തരവിടും. ഈ മനുഷ്യരെ 15 വർഷം ശ്രീരംഗപട്ടണത്ത് തടവിലിടുന്നു. എത്രയാ? 15 വർഷം. അവരില്
മതം മാറാൻ സമ്മതിച്ച ആളുകളെയൊക്കെ മതം മാറ്റി കൂർഗിലും മറ്റിടത്തുമൊക്കെ താമസിപ്പിച്ചു. മതം മാറാൻ തയ്യാറല്ലാത്ത ആളുകളെയൊക്കെ കൊന്ന് കെട്ടിടത്തിന്റെ അടിയിലാക്കി. 1790 ദീപാവലി ദിവസത്തില് ഇത് തന്നെയാണ് ടിപ്പു മാണ്ഡ്യം അയ്യങ്കാർ ഹിന്ദുക്കളോട് ചെയ്തത്. അന്ന് മേൽക്കോട്ടയിലെ ചെലുവ നാരായണ സ്വാമി ക്ഷേത്രം, അവിടെ തൊടാന് അയ്യങ്കാരുകൾ വരുമല്ലോ. ടിപ്പു അത് മനസ്സിലാക്കുന്നു. അവിടെയാണ് അദ്ദേഹം കൂട്ടക്കൊല ആസൂത്രണം ചെയ്തത്. ക്ഷേത്രത്തിനകത്തും പുറത്തുമൊക്കെയുള്ള പുളിമരങ്ങളിലും മറ്റുമൊക്കെ മറ്റുള്ളവർ ഭയപ്പെടണം എന്ന് കരുതി ശവശരീരങ്ങൾ കെട്ടിത്തൂക്കിയിട്ടു. ഈ സംഭവത്തെ തുടർന്നാണ് ഇവര് കഴിഞ്ഞ 200-ലേറെ വർഷങ്ങളായി ദീപാവലി പോലും ആഘോഷിക്കാതെ മാറി നിൽക്കുന്നത്. മതമാറ്റത്തിന്റെ കണക്കുകൾ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. ടിപ്പു ഭരിച്ചിട്ട് ഇസ്ലാം മത രാജ്യമാക്കി മാറ്റിയോ? മുഗളന്മാര് ഭരിച്ചിട്ട് ഇസ്ലാം മത രാജ്യമാക്കി മാറ്റിയോ എന്നൊക്കെ ചോദിക്കുന്ന മൊണ്ണകളുണ്ട്. മംഗലാപുരത്ത് ക്രിസ്ത്യാനികളെ 60,000 മുതൽ 80,000 വരെ ആളുകളെയാണ് മതം മാറ്റിയത്. കുടവിയില് ഹിന്ദുക്കളെ 40,000 മുതൽ 65,000 വരെ ആളുകളെ മതം മാറ്റി. മലബാർ ഹിന്ദുക്കള് ടിപ്പുവിന്റെ എഴുത്തുകൾ പ്രകാരം 4 ലക്ഷമാണ് കണക്ക്. അതായത് എങ്ങനെ പോയാലും 2 ലക്ഷത്തിനടുത്ത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ടിപ്പുവിന്റെ തടവറയിൽ കിടന്ന് നരകിച്ചു. ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടും മരണത്തോടുള്ള ഭയം കൊണ്ടും മതം മാറിയിട്ടുണ്ട്. ഇന്ത്യയുടെ 200 വർഷത്തെ ജനസംഖ്യ മാറ്റം വെച്ച് നോക്കിയാൽ അന്ന് ടിപ്പു മതം മാറ്റിയവരുടെ പിൻതലമുറക്കാർ എത്ര വരും? ഇന്നത്തെ 23 ലക്ഷത്തോളം വരുമെന്നാണ് കണക്ക്. അവരാണെന്ന് മറ്റവരെ മതം മാറ്റാൻ വേണ്ടി നടക്കുന്നത്. കേരളത്തിലെ ആകെ മുസ്ലിം ജനസംഖ്യ 80 ലക്ഷമാണ്. അതിന്റെ 1/4 കേരളത്തിലെ മുസ്ലിങ്ങൾ എവിടെങ്കിലുമൊക്കെ ടിപ്പുവിന്റെ ആക്രമണ കാലത്ത് മതം മാറ്റപ്പെട്ടവരായിരിക്കും. അതായത് കേരളത്തിലെ ഹിന്ദുക്കളല്ല ടിപ്പുവിന്റെ ആക്രമണത്തിന്റെ ഇരകൾ എന്നതാണ്, ഇവിടത്തെ മുസ്ലിങ്ങളാണെന്നുള്ളതാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. ടിപ്പുവിനെ ന്യായീകരിക്കുന്ന, അയാളെ ആരാധ്യ പുരുഷനായി കാണുന്ന ഓരോ മലയാളി മുസ്ലിമും നിങ്ങളുടെ മുൻ തലമുറയിൽ പെട്ട പൂർവികന്മാര് ടിപ്പുവിന്റെ കാലത്ത് മതം മാറ്റപ്പെട്ട ആൾക്കാരായിരിക്കാനാണ് സാധ്യത കൂടുതൽ. മുമ്പൊരിക്കൽ ഇത് മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫി പറയുന്നുണ്ടായിരുന്നു. എന്റെ ഉമ്മാടുമ്മാടുമ്മാടുമ്മാടുമ്മാടുമ്മാടുമ്മാടുമ്മ കാളിത്തള്ള, വാപ്പ നാരായണൻ. അദ്ദേഹം വ്യക്തമായും പറയുന്നുണ്ടായിരുന്നു മതം മാറ്റപ്പെട്ട ചരിത്രമാണ് പിന്നീട് കണ്ടത്. ഈ കണക്കുകളും വിശകലനങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് അത്ഭുതം തോന്നും. എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം, നമ്മുടെ നാടിന്റെ ചരിത്രം ഇത്തരം ഭീകരന്മാരുടെ ചരിത്രങ്ങളൊക്കെ വളച്ചൊടിക്കപ്പെട്ട് പഠിക്കേണ്ടി വന്നത്. ഫാരിസിന് മറുപടി ഞാൻ കൊടുക്കാം കേട്ടോ. അവിടെ നിൽക്കാം പോലെ. ഫാരിസേ, നീ വല്ലാത്ത ഒരു ജന്തു തന്നെയാണ്. സന്തോഷം. നിന്നെ പോലെ മതം പറഞ്ഞ് ജീവിക്കുന്ന ഒരു എരണം കെട്ടത് വേറെ ആരുമില്ല. ശരി, അതിൽ നിന്ന് വ്യത്യസ്തയില്ലടാ ഞാൻ. നീയാണൊരു യഥാർത്ഥ മതം ദീനി. സന്തോഷം. നിനക്ക് ഈ യൂട്യൂബിലല്ലാതെ ഒരു വിഷയത്തിൽ സംവാദം ചെയ്യാനാവുമ്പോ നിന്റെ വീട്ടിൽ വന്ന് സമ്മതിക്കണോടാ നാറി? എടാ, ആരുമായിട്ടാ സമ്മതിക്കേണ്ടത്? നീയും നിന്റെ വാപ്പായുമായിട്ടോ? സമ്മതിക്കടാ. എന്നാ നമ്പർ ഇടാ, വിളിച്ചോ. നിനക്ക് സമ്മതിച്ചാ പോലെ. നിനക്ക് സമ്മതിക്കാൻ മുട്ടി നിൽക്കുകയാണല്ലേ? പിന്നെ റെനി നമ്മുടെ നമ്പർ ഒന്ന് ഇട്ട് കൊടുത്തേ. മുട്ടിടിക്കാതെ നിന്ന് സംസാരിക്കടാ. ഓ, സജ്ജാദിന് എന്റെ ലൈവ് ലൊക്കേഷൻ എന്തിനാടാ? വന്ന് തലയെടുത്തിട്ട് പോകാനോ അതോ കയ്യും കാലും വെട്ടാനോ? ഇവരെ സമാധാന മതത്തിന്റെ മാടപ്രാവുകളാണേ. സജ്ജാദിന്റെ മെയിൽ ID എടുക്ക റെനി.
ഇപ്പൊ അവനത് മാറ്റും. അതിന് മുമ്പ് എടുത്തോ, അവന്റെ ഫോട്ടോയും ഉണ്ട്, എടുത്തോ. അവന്റെ കുട്ടികളുടേത് വല്ലതും ഒക്കെ ആയിരിക്കാനാണ് സാധ്യത. എൻ്റെ ലൊക്കേഷനാണ് ചോദിക്കുന്നത്, എൻ്റെ ലൈവ് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാൻ. എന്നാൽ അവനെ കത്തി തേച്ച് വെച്ചിരിക്കുകയാണെന്ന്. ഓ, പോലീസ് സ്റ്റേഷനിലാരാ നിന്റെ വാപ്പ ഇരിക്കുന്നേ? ഒരു രേഖാമൂലം ഒരു കത്തെഴുതി കൊടുറാ, ഒരു പെറ്റീഷൻ എഴുതി കൊടുറാ, ചെല്ല്. ഓ, എനിക്ക് മറുപടി തരാൻ വേണ്ടിയിട്ടാണെന്ന്. ആ ശരി സജ്ജാദെ, തലയല്ലേ എടുക്കേണ്ടത്? വന്ന് തല എടുക്ക്, വാ, പെട്ടെന്ന് വാ. ആരാ നീ? ഒറ്റയ്ക്കാണോ വരിക അതോ കുടുംബസമേതമാണോ വരിക? ഓ, അല്ല അല്ല അല്ല, പോലീസ് സ്റ്റേഷനിൽ ഇവന്റെ ആൾക്കാർ കാണും. ഏ, കാണും കാണും. ഉമ്മാടെ പഴയ ആൾക്കാരൊക്കെ ആയിരിക്കും അല്ലടാ. ആ, ഓ, എൻ്റെ ലൈവ് ലൊക്കേഷൻ കൊടുത്തിട്ട് വേണം ഇവൻ തേച്ച് വെച്ചിരിക്കുന്ന കത്തി എടുത്ത് എൻ്റെ തലയെടുക്കാൻ. ഇറങ്ങിപ്പോടാ മാറി. നല്ല വലാതി, നിനക്ക് വന്നേ വെല്ലുവിളിക്കാനും നിനക്ക് വന്ന് ഓരോന്ന് എഴുതിയിടാനും അല്ല ഈ ചാറ്റ് ബോക്സ്. ഇറങ്ങിപ്പോടാ മാറി. നീ എന്നെ വന്നങ്ങ് ഉണ്ടാക്കും. നിന്റെ അണ്ട് ചെത്തി ഞാൻ തൂക്കിയിടും. പൊയ്ക്കോ മാറി. ആ ലവലാതി, അവൻ വലിയ ഭീഷണിപ്പെടുത്താൻ വേണ്ടി വന്നേക്കുക. അതെ, നിന്റെ തന്തയോടും തള്ളയോടും നിന്റെ അച്ചിയോടും ഒക്കെ മതി കേട്ടാ. ഇവിടെ ഒന്നും വേണ്ട, അതൊന്നും ഇവിടെ ചെലവാകത്തില്ല മോനെ, ചെല്ല്. ഞാൻ ജീവിക്കുന്നതേ പാകിസ്ഥാനിലും ഇറാനിലും ഒന്നുമല്ല, ഈ സ്വതന്ത്ര ഭാരതത്തിലാ. ഈ ഭാരതത്തിൽ നീയൊക്കെ വന്നു കേറി ഈ രാജ്യത്ത് ആധിപത്യം സ്ഥാപിച്ച് 105 കോടി ആളുകളെ ഏറൽ നിർത്തിയിരിക്കുന്ന ചരിത്രമാ പറയുന്നത്. അനിഷേധ്യമായ ചരിത്രം കേട്ടോ. ഇറങ്ങിപ്പോടാ മാറി. പോയിക്കോ പോയിക്കോ, വീട്ടിൽ പോയി ഒരു മൂലയ്ക്ക് പോയിരിക്കും ചെല്ലേ. വെറുതെ നമ്മുടെ സമയം കളയല്ലേ. മോനൊരു മൂലയ്ക്ക് പോയിരുന്നിട്ടേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് പോയിരിക്കുക കേട്ടാ. നിന്റെയൊക്കെ പ്രായം അതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒക്കെ പറഞ്ഞേ, സുബ്ഹാനല്ലാഹ് ഒക്കെ പറഞ്ഞേ പോയൊരു മൂലയ്ക്ക് പോയിരിക്കും ചെല്ലേ. അവനെ എന്നെ അങ്ങ് ഉണ്ടാക്കി കളയുമെന്ന്. ഇങ്ങനെ കുറെ പേര് പേടിപ്പിച്ചതാ. ഞാൻ അങ്ങനെ അങ്ങ് പേടിച്ചൊരു മൂലയ്ക്ക് പോയിരിക്കുക. നമ്മൾ ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്ക് വ്യക്തമായ മറുപടി ഇല്ലാതെ വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊക്കെ കിടന്ന് അട്ടഹാസം ഉണ്ടാക്കുകയല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. നിങ്ങളുടെ ഈ അട്ടഹാസം കൊണ്ട് നിങ്ങൾക്ക് പലരെയും പേടിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. നമ്മൾ അങ്ങനെയൊന്നും പേടിക്കില്ല. കാരണം എന്തെന്നറിയാമോ? നമ്മള് ജീവിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തായതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയില്ല. ഇപ്പോ 2027 സെൻസസില് ബംഗ്ലാദേശി വംശജരായിട്ടുള്ള മുസ്ലിങ്ങളുടെ ജനസംഖ്യ 40% ഉയരുമെന്നാണ് കണക്ക്. അപ്പൊ കേരളത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവർ 50 കടന്നാൽ മറ്റുള്ളവരില്ലാതെ. ഇതെവിടെ? അസമില. അസമിലെ മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരാമർശമാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നൽകുന്നത്. അസമിലെ മുസ്ലിങ്ങളില് ഭൂരിപക്ഷവും ബംഗ്ലാദേശി വംശജരാണ് എന്നാണ് അസം മുഖ്യമന്ത്രി പറയുന്നത്. 2011 സെൻസസ് പ്രകാരം അസമിൽ 34% മുസ്ലിങ്ങളായിരുന്നു. ഇവര് കൂടുന്തോറും ആധിപത്യം വർദ്ധിക്കുകയും മറ്റുള്ളവരുടെ സ്വസ്ഥമായ ജീവിതത്തിന് വിഘാതം സൃഷ്ടിക്കുകയും ചെയ്യും. അസമിൽ അന്ന് 34% ഉണ്ടായിരുന്നു. ഇതില് 3% മാത്രമാണ് അസം വംശജർക്കാർ ഉള്ളതെന്നും ബാക്കിയുള്ള 31% ബംഗ്ലാദേശികളായിട്ടുള്ള മുസ്ലിങ്ങളാണെന്നും ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നു. അതുകൊണ്ടാണ് അനധികൃത കുടിയേറ്റക്കാരെ ബുൾഡോസർ ഉപയോഗിച്ചിട്ട് മാറ്റി പാർപ്പിക്കാൻ, വീടുകൾ തകർക്കാൻ ഹിമന്ത ബിശ്വ ശർമ്മ തീരുമാനമെടുത്തത്. ഒരു BJPയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് പരിപാടിക്കിടയിലായിരുന്നു അദ്ദേഹം ഈ പരാമർശം നടത്തിയത്. 2021 സെൻസസ് നടത്തിയിട്ടില്ല. ഇനി 2027 സെൻസസ് നടത്തുമ്പോഴേക്കും അസമില് ബംഗ്ലാദേശി വംശജരായിട്ടുള്ള മുസ്ലിങ്ങളുടെ ജനസംഖ്യ 40% ഉയരുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ആശങ്ക. മുസ്ലിം ജനസംഖ്യ 50% കടന്നാൽ മറ്റുള്ളവരുടെ സ്വസ്ഥമായ ജീവിതത്തിന് വിഘാതമല്ലേ? പതിറ്റാണ്ടുകൾ നീണ്ട കുടിയേറ്റം കാരണം
തദ്ദേശീയരായിട്ടുള്ള അസം ജനത ഇപ്പോഴും വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്നു. 1961 മുതൽ തുടർച്ചയായി ജനസംഖ്യയിൽ 4-5% വർധനവുണ്ടാകുന്നുണ്ടെന്നും ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നു. ഒരു നാടിന്റെ മുഖ്യമന്ത്രി ഇത്രയും ആകുലതകളോടുകൂടി സംസാരിക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ 40% ഇവരായി കഴിഞ്ഞാല് പിന്നെ പറയാനുണ്ടോ? എങ്ങനെയാ മെസ്സേജ് ഡിലീറ്റ് ആയത്? റെനി, ഞാനാണോ? ഡിലീറ്റ് ആയിപ്പോയല്ല സാർ. ആ, അസം, അതാണ് അരവിന്ദ് ഞാൻ പറഞ്ഞു വരുന്നത്. അതാ അസം അതുകൊണ്ട് വളരെ കർക്കശമായിട്ടുള്ള നിയമങ്ങളിൽ ഉറച്ചു നിന്നു. നിങ്ങളുടെ വഖഫ് ബോർഡും നിങ്ങളുടെ ശരീഅത്ത് നിയമങ്ങളും മുസ്ലിം പേഴ്സണൽ ലോ ബോർഡുകളും ഇതൊന്നും ഇവിടെ നടക്കില്ല. അങ്ങനെ സർക്കാർ വക ഭൂമികളൊക്കെ പിടിച്ചെടുത്ത്, മറ്റ് സ്വകാര്യ വ്യക്തികളുടെ ഭൂമികളൊക്കെ പിടിച്ചെടുത്ത് ഇവര് പള്ളികൾ ഉണ്ടാക്കി, ആലയങ്ങൾ ഉണ്ടാക്കി. ഇവര് അങ്ങനെയൊക്കെ അങ്ങോട്ട് ആധിപത്യം സ്ഥാപിക്കാമെന്നും കുറച്ചുകൂടി പെറ്റുകൂട്ടാമെന്നും വിചാരിച്ചപ്പോൾ രക്ഷയില്ല. ഇവരെ അടപടലം പൂട്ടി. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അസമിലെ മുസ്ലിം ജനസംഖ്യ 50% കടന്നാൽ മറ്റൊരു സമുദായത്തിനും അസമിൽ നിലനിൽപ്പുണ്ടാകില്ല. അതുകൊണ്ട് മറ്റ് സമുദായങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി അവരെ നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ്. ഒന്ന്, അനിയന്ത്രിതമാം വിധമുള്ള കുടിയേറ്റമാണ് ഇവരെ ഇങ്ങനെയാക്കി മാറ്റിയത്. അതുകൊണ്ട് തന്നെ ആജ് തക് സംഘടിപ്പിച്ച ഒരു ടോക്ക് ഷോയിൽ അദ്ദേഹം പറഞ്ഞു, അസം ജനത വലിയ പ്രതിസന്ധിയിലാണ്. അസം ജനത എന്നെ അധികാരമേൽപ്പിച്ചത് അവിടെ ജനാധിപത്യം പുലർത്തുന്നതിന് വേണ്ടിയാണ്. ജനാധിപത്യം ഉണ്ടാകണം, മതേതരത്വം ഉണ്ടാകണം, ദേശീയത മുറുകെ പിടിക്കണം. അതുകൊണ്ട് അവരെന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ 100% ഞാൻ ബാധ്യസ്ഥനാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതുപോലെ നമ്മുടെ നാടൊന്നും ഉടനെയൊന്നും ആകാൻ പോകുന്നില്ല. ഉത്തരാഖണ്ഡ് എന്താ പോക്ക് എന്നറിയോ? യോഗി ആദിത്യനാഥ്, അസം, ഈ സംസ്ഥാനങ്ങളിലൊക്കെയാണ് നട്ടെല്ലുള്ള ഭരണാധികാരികൾ ഭരിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പ് കിട്ടുന്നത്. കാരണം അവർ ഈ രാജ്യത്തിന് വേണ്ടി തന്നെയാണ് നിലകൊള്ളുന്നത്. അവരുടെ ലക്ഷ്യം ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയാണ്. അതെ, മിടുക്കനായിട്ടുള്ള ഭരണാധികാരിയാണ്. ബാബു, എനിക്ക് ഒരുപാട് സമയം ഇരിക്കാൻ പറ്റില്ല.